രാവിലെ തന്നെ കുടിച്ച് കുട്ടപ്പനായിട്ടൊരു കല്യാണത്തിന് പോകാൻ. അപ്പം നമുക്കൊരു കല്യാണം. അപ്പം അങ്ങനെ ഇതാ എൻ്റെ വണ്ടിയൊക്കെ തളച്ചിട്ട് ഞാൻ ഓടിച്ചെടുത്തെത്തി. ഒറ്റെടുത്തപ്പോൾ എല്ലാവരും നല്ല ആളും ബഹളം കല്യാണമാണല്ലോ. സോ ഇതെൻ്റെ രണ്ടളിയന്മാരോ സുബിനളി. ആണോ? ഇഷ്ടമായോ? ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്നെ ആട്ടി ഇതാ പിടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ എന്താ കിണി നോക്ക്. എൻ്റെ മീശ രക്ഷിച്ചു. നോക്കൂ, അങ്ങനെ പെണ്ണും വന്നു. 10 മണി to 10 മുഹൂർത്തം പറഞ്ഞു. ഇപ്പോൾ സമയം കണ്ടോ? 10:22. ഇനിയെല്ലാം ചടപടയെന്നായിരിക്കും കാര്യങ്ങൾ. ഇതാണ് ഗൈസ് രുദ്രിക. കൊച്ചിനെന്തോ പറഞ്ഞ് പേടിപ്പിക്കാൻ നമ്മളെ കണ്ടോ? കൊച്ചിപ്പോൾ കൊള്ളത്തെ കൊച്ചു വീക്കി കൊടുക്കുന്നിരിക്കും നമ്മളെ. എല്ലാ കല്യാണ വീട്ടിലുള്ള പോലെ തന്നെ ഫോട്ടോഗ്രാഫർമാരെ കൊണ്ട് കാണാൻ പറ്റില്ല കേസ്. ഇത്രയും ആൾക്കാരൊക്കെ ക്യാമറ കൊണ്ടാൽ മതിയായിരുന്നു. നോക്കൂ, ആ ചേട്ടൻ്റെ ഫോണുണ്ട്, എനിക്കൊന്നും കാണുന്നില്ല കേസ്. കേട്ടാ 3 വയസ്സ് കിട്ടി. ഈ ഒരു നിമിഷത്തിൽ എന്തായി ഫീൽ ചെയ്യുന്നുണ്ടാകാം? മറ്റേ പാട്ട് കൂടെ ഇട്ട് കൊടുക്കായിരുന്നു. ചിരിച്ചോ റീലിടാൻ എല്ലാം വേണം. വാ പോവാണോ? അത് ശരി, ഇങ്ങോട്ട് വാ. എന്നെ എന്താ കുറ്റം പറയുന്ന? വേറൊന്നുമല്ല. നോക്കൂ, സീറ്റ് കിട്ടിയായിരുന്നു കയറിയിരിക്കായിരുന്നു. കല്യാണം കഴിച്ചിരുന്നാലും അങ്ങനെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഓ ഗൈസ് നോക്കൂ, എല്ലാവരും ഓരോരുത്തരെ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ഈ അടുത്ത് എന്നെ നോക്കണ്ട, ഞാനൊന്നുമില്ല പേടിക്ക്. ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു ജ്യൂസ് സത്യം പറഞ്ഞ് കുടിച്ചില്ലല്ലോ. ഇവിടെ നോക്കിക്കോ, സത്യം പറഞ്ഞ കുടിച്ചില്ലല്ലോ. ആരോടും പറഞ്ഞില്ല, പറഞ്ഞ എന്നോട് പറഞ്ഞാൽ കുളിക്കാത്ത കാര്യം, കുളിക്കാത്ത പാറു മണിക്ക് സ്മെല്ലുണ്ട്. ഞങ്ങൾ കുളിക്കാതെ ഞങ്ങൾ വീഡിയോ വൈറലായ 5 പൈസ ഞങ്ങൾക്ക്. അപ്പൊ അമ്മയും മോളും കുടിച്ചില്ല. ഞാൻ കുളിച്ചു. മറ്റേ ശശി ചേട്ടൻ്റെ കടയിൽ നിന്ന് എടുത്തെന്ന് ചോദിച്ച പോലെ കണ്ടോ?
എൻ്റെ അടിച്ചു പൊളിക്കിടന്നല്ലേ? എന്റെ കല്യാണത്തില് സാരി മുതൽ ഓർണമെന്റ്സ് ഇനി എടുക്കണേ, അത് എനിക്ക് താങ്ങൂല. അതുകൊണ്ടാണ് ഫാൻസി ഫുൾ കാര്യങ്ങൾ ഞാള് പൈസ ഇനി തന്നു. സെലക്ഷൻ ഫുള്ള് ഞാള്. സന്തോഷമായോ? നിനക്ക് ചോറാക്കാൻ വന്നവനെ വിളിച്ചിട്ട് നോക്കോ? ഇപ്പം തന്നെ ഞാൻ കൊണ്ടുപോകും. ചിരിക്കി ഉള്ളിന്ന് വരട്ടെ. ചിരിക്കി പോരാ. ആ കോഴിക്കോട് ചിരിക്കുന്നില്ല. അതിനെന്താ? അമ്പാടിൻ്റെ ഫുള്ള് ഞങ്ങളാണ് കേട്ടോ. കോഴിക്കോട് ഇതിലാണ്. അപ്പോൾ ഞാൻ രക്ഷപ്പെടുന്നത് പൈസ സാരി ഇഷ്ടപ്പെട്ടില്ല ആർക്കും? ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, എൻ്റെ മീശൊക്കെ പോയേനെ. എൻ്റെ മീശ പഠിക്കാൻ പറഞ്ഞ ഇല്ല. ചേച്ചി അനിയത്തി ഏകദേശം ഒന്ന്, അനിയനും ചേട്ടനും. ഫോട്ടോ ഒക്കെ ഉണ്ടേ. ഇതിപ്പോൾ എങ്ങനെ വിളിക്കാൻ ഞാനിത്? വണ്ടി പോയി പോവാ. ഓക്കെ, നോക്ക് എൻ്റെ താക്കോലൊക്കെ അങ്ങോട്ട് നോക്ക്. ആരാ അവിടെ നോക്ക്, നോക്ക് നോക്ക്. ആരാ മര്യാദയ്ക്ക് എൻ്റെ യുദ്ധിക്കേണ്ടി ഫോട്ടോ എടുത്തു തന്നാലേ ഞാൻ വയലൻസ് ആവും. അതെ, വയലൻ്റ് ആവും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാത്രം സിമ്പിൾ പരിപാടിയല്ല. ചിരിച്ച് കീറി വൃതാവ് വരുത്തും കൈസ്. എന്തൊക്കെ പറഞ്ഞോ? ഇല്ല, ഇവിടെ ഞാൻ ടോള് വെച്ചു. ഒരു ഫോട്ടോ കുട്ടീനെ നോക്കാം. പറ, എന്താണ് ബിരിയാണിയോ? പറ. പരിതോഷണ കമ്മിറ്റിയാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. സദ്യ വേണം. അതെ, ബിരിയാണി പവർ സദ്യ എന്താ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അവിടെ സീറ്റില്ലാന്ന്. അടുത്ത 2 എണ്ണം എന്തൊക്കെയായിരുന്നു? അപ്പോഴേ ഞാൻ പറഞ്ഞതാ പോണ്ടാന്ന്. കേട്ടില്ലല്ലോ? കേൾക്കണോ? ഒന്നുകൂടെ പറ. കുറേ നേരത്തെ അടികൾക്ക് ശേഷം സീറ്റ് ഇട്ടിരിക്കുന്നു. പിന്നെ എല്ലാം കേൾക്കും വലിയ പറ്റിയ ആൾക്കാരെ ഇങ്ങനെ പോണ ഫോൺ കൊടുക്കാം കേട്ടോ. ആ ചുണ്ടൊക്കെ എനിക്ക് പാവം കണ്ടിട്ട് ആ അമ്മടി കള്ളി നോക്കൂ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ശാന്തി കുടുംബം, ഇങ്ങോട്ടും ശാന്തി കുടുംബം. ഓക്കെ, എല്ലാം വന്നു. പിക്കാസ വരയ്ക്കും ഇതുപോലത്തെ പെയിന്റിങ്. അമ്പട തക്കാളി. അത് നീളന്നുണ്ടോ? നീളന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു തെണ്ണിൻ്റെ സഹായം വേണ്ടത്. അമ്പട എട്ട് കൊട്ട സദ്യ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. അമ്മയെ കണക്കാ മോളും കണക്കാ. രണ്ടെൻ്റെ പപ്പടം കൊണ്ട് പോയി. പപ്പടം മാറാം, ഇല്ല ശരിയാവൂല. പണ്ടേ കുളിക്കാത്തായിട്ട് വന്നാൽ നല്ല സ്മെല്ലുണ്ട്. മാറിക്ക്
പോയാലും ഞാനിഷ്ടം കോമത്തല നമ്മളും കൂടെ കഴിഞ്ഞു അയ്യോ തീ 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 പോവാ വാ ഓം ഹ്രീ സ്വാഹ സ്വാഹ സ്വാഹ